ഡൽഹിയിൽ ദിവസങ്ങളായി അതിരൂക്ഷമായി തുടരുന്ന വായുമലിനീകരണം വെരി പുവർ കാറ്റഗറിയിൽ നിന്ന് പുവർ കാറ്റഗറിയിലേക്ക് മാറി. എന്നിരുന്നാലും ശുദ്ധവായു എന്ന സ്വപ്നം ഇപ്പോഴും അകലെ തന്നെയാണ്. വിഷപ്പുക ശ്വസിച്ച് 68% ആളുകൾ രോഗബാധിതരായി. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർക്ക് നേരിടേണ്ടി വന്നത്. ഇന്ത്യയിലെ ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥയും മാക്സസെ അവാർഡ് ജേതാവുമായിരുന്ന കിരൺ ബേദി ഉൾപ്പെടെ നിരവധി പേരാണ് ഇതിന് പരിഹാരം വേണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയത്. ഡിസംബർ 2 മുതൽ 19 വരെ നടക്കാനിരിക്കുന്ന ശീതകാല സമ്മേളനത്തിൽ വായുമലിനീകരണ പ്രതിസന്ധി പ്രധാന ചർച്ചാ വിഷയങ്ങളിൽ ഒന്നാകും. മലിനീകരണം പരിഹരിക്കാൻ തങ്ങളുടെ പക്കൽ മാന്ത്രിക വടിയില്ലെന്നും കോടതി മുറിയിൽ പരിഹാരം കാണാനാവില്ലെന്നുമായിരുന്നു സുപ്രീം കോടതിയുടെ പ്രതികരണം. ഈ രംഗത്തെ വിദഗ്ധരും സർക്കാരുമാണ് പരിഹാരം കാണേണ്ടതെന്ന് ഈ വിഷയത്തിൽ അടിയന്തരവാദം കേൾക്കണമെന്ന മുതിർന്ന അഭിഭാഷക അപരാജിത സിംഗിന്റെ അഭ്യർത്ഥനയോട് പ്രതികരിക്കവെയാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചിയുമടങ്ങുന്ന ബെഞ്ച് ഈ പരാമർശനം നടത്തിയത്. വർഷം തോറും ദീപാവലി സമയം മുതൽ ശൈത്യകാലം കഴിയും വരെ ഈ പ്രശ്നമുണ്ടാകാറുണ്ട്. അതിനുശേഷം ഇത് ചർച്ചയാകാറുമില്ല. തലസ്ഥാനത്ത് ആരോഗ്യ അടിയന്തരാവസ്ഥയാണെന്ന് പ്രധാനമന്ത്രി മൗനം വെടിയണമെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. രാജ്യ തലസ്ഥാനത്തിന്റെ ശരാശരി വായു ഗുണനിലവാര സൂചിക നിലവിൽ 269 തുടരുന്നു. ഇത് സ്ലോ പോയിസൺ ആണെന്നും ഗവൺമെന്റ് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും കോൺഗ്രസ് ലീഡർ സന്ദീപ് ദീക്ഷിത് പറഞ്ഞു. സംയുക്തമായ നടപടിയാണ് ഇതിനാവശ്യം. രാഷ്ട്രീയപരമായി നേരിടാവുന്ന പ്രശ്നമല്ല ഇത്. ഈ വിഷവായു മൂലമുള്ള ആരോഗ്യ പ്രതിസന്ധി ആളുകളുടെ ആയുസ്സിനെ പോലും ബാധിക്കുന്നുണ്ട്. ആരോഗ്യവാനായ ഒരു മനുഷ്യനെ പോലും ഇത് രോഗിയാക്കുന്നു. അസുഖബാധിതർ കൂടുതൽ സങ്കീർണമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക്. ഗർഭിണികളും കുഞ്ഞുങ്ങളുമടക്കം നിരവധി പേരാണ് ഡൽഹിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നത്. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.